ഹലോ, വെൽക്കം ടു ജർമ്മൻ വൈബ്സ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരുന്നൊരു പഴയ വീഡിയോ ആണ്, ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. ഇത് കൊല്ലത്തുള്ള തന്നെ ഉള്ളൊരു റിസോർട്ടാണ്, കൊല്ലം തേവലക്കരയ്ക്ക് അടുത്തായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് അഷ്ടമുടി കായലാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഹലോ, വെൽക്കം ടു ജർമ്മൻ വൈബ്സ്. അപ്പം ഞാൻ നാട്ടിലാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ, നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം സ്ഥലമായ കൊല്ലത്ത് തന്നെയാണ്. കൊല്ലത്ത് അഷ്ടമുടി കായലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. റിസോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ലാവില്ല എന്നാണ്. നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. ലേക്ക് ഫ്രണ്ട് റിസോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ സൺസെറ്റ് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്കത് മിസ്സായി കേട്ടോ. കാരണം ഇവിടെ കേരളത്തിൽ അറിയാമല്ലോ, ഈ ഒരു മാസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സൺസെറ്റ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് കൂടെ പെയ്യും, നല്ല ശക്തിക്ക് പെയ്യും, പിന്നെയും നിൽക്കും, വെയിൽ വരും, പിന്നെയും മഴ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സൺസെറ്റ് ഇന്നലെ മിസ്സായി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഈ റിസോർട്ടിനെയൊക്കെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമേ. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ മെയിൻ ബിൽഡിങ്. ഇതിന് കായലിലോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അവരുടെ ഓഫീസും പിന്നെ കിച്ചണും പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലേസൊക്കെ ആയിട്ട്. അപ്പം ഇതൊരു റിസോർട്ടാണ്. അവർക്ക് അത്യാവശ്യം കുറേ മുറിയുണ്ട്. പിന്നെ നമുക്ക് റിസപ്ഷനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഒക്കെ നടത്താൻ പറ്റും. പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം റിസപ്ഷനൊക്കെയാണ് നടക്കുന്നത്. നല്ല രസമാണ് ആ ഒരു ആംബിയൻസ് ഒക്കെ കാണാനായിട്ട്. വൈകിട്ടൊക്കെ ആകുമ്പം ആ കായലിൻ്റെ ഭംഗിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ആ റിസോർട്ടിൻ്റെ എൻട്രൻസ് ലെവലിലെ ലേക്ക് റിസോർട്ട്. അപ്പം നല്ല ഒരു എന്താ പറയുക, സ്പേഷ്യസ് ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ അവർ തുടങ്ങിയിട്ടും 2-3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അവരിങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ഇനിയും കോമ്പൗണ്ടൊക്കെ ഉണ്ട്, പുതിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നന്നായിട്ട് ഒരുപാട് ഇപ്പോൾ റിസപ്ഷനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഗുണമെന്ന് പറയുന്നത് നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് അവർക്ക്. ഇപ്പം അന്നും വൈകിട്ട് ഒരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേജും അതൊക്കെയാണ് അവരവിടെ ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ഇതവരുടെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു മെയിൻ ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ അവിടെയും അവർക്കൊരു നല്ലൊരു റൂമാണ്. ഇപ്പം നമുക്കെന്തെങ്കിലും മീറ്റിങ്ങുകളോ അങ്ങനെയൊക്കെ നടത്താൻ, അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി അതൊക്കെ നടത്താനൊക്കെ പറ്റിയ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമുണ്ട്. അതും കായലിലോട്ട് ഇങ്ങനെ ഫേസ് ചെയ്തൊക്കെ ഉള്ളതായതുകൊണ്ട് നല്ല ഭംഗിയാണ് അവിടെ നിന്നിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ഒരു ദിവസം വൈകിട്ട് പോയിട്ട് അടുത്ത ദിവസം വരെയാണ് അവിടെ നിന്നത്. അപ്പം ഇത് അടുത്ത ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ദോശയും സാമ്പാറും ചമ്മന്തിയും മുട്ട പുഴുങ്ങിയതും ഏത്തയ്ക്ക പുഴുങ്ങിയതൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ മഴ അന്ന് എന്തായാലും തലേ ദിവസം നല്ല മഴയായിരുന്നു. പക്ഷെ അന്ന് മഴയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കാലിൻ്റെയൊക്കെ സൈഡിൽ പോയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണേ എന്ത് രസമല്ല. ഇങ്ങനെ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ നമുക്ക് നല്ല സമാധാനം കിട്ടുമല്ലോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റിസപ്ഷനൊക്കെ നടക്കുന്ന ഒരു മണ്ഡപം. ശരിക്കും കാലിനോട് ഫേസ് ചെയ്ത് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പം നല്ല രസമാണ് ഇങ്ങനെ. കാരണം അവിടുത്തെ റൂമൊക്കെ ഇങ്ങനെ കായലിന് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും ഇങ്ങനെ കായൽ കണ്ടുകൊണ്ടിരിക്കാം കുറച്ച് നേരം. അപ്പം നല്ല സമാധാനമല്ലേ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട് എന്തെങ്കിലും മീറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ അന്ന് തലേ ദിവസം എന്തോ ബാങ്കിൻ്റെയൊക്കെ മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. ആൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് താമസിക്കാം, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി നടത്താം, മീറ്റിംഗ് ഒക്കെ എല്ലാത്തിനും അവിടെ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൂമുകൾ. ഒരു 5-6 റൂമുകളുണ്ട് അവിടെ. ഇപ്പം നല്ല ക്ലീനാണ്, എല്ലാം നല്ല വൃത്തിയാണ്. അപ്പം ഇത് ഞങ്ങൾ ചെന്ന ദിവസം അന്ന് ആദ്യം പൂള് കണ്ട പിന്നെ അതിലോട്ട് പിള്ളേർ ചാടും. അപ്പം പക്ഷെ നല്ല മഴയായിരുന്നു. എന്നാലും രസമല്ലേ മഴയൊക്കെ ആയിട്ട് നല്ല പൂളിലൊക്കെ.
അപ്പോൾ ഇത് ഞങ്ങൾ ചെന്ന ദിവസം രാത്രിയിലത്തെ ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പറഞ്ഞ് അവർ ഗ്രില്ല് ചെയ്തൊക്കെ തരും. പിന്നെ നല്ല നാടൻ ഊണും ഉണ്ടായിരുന്നു, ചോറും അവിയലും സാമ്പാറും നല്ല മീൻ കറിയൊക്കെ ആയിട്ട്. പിന്നെ പൊറോട്ട, അതില്ലാണ്ട് പിന്നെ ഒരു ഫുഡ് ഉണ്ടാവില്ലല്ലോ നാട്ടിൽ. പിന്നെ അതെൻ്റെ അവിടുത്തെ രാത്രിയിലത്തെ കുറച്ച് വിഷ്വൽസാണ്. നല്ല അന്നത്തെ തലേ ദിവസം നല്ല മഴയുമൊക്കെ ആയിട്ട് എന്നാൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ റിസോർട്ടിൽ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പോയത് നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോയതാണ്. ഇത് ദൂരെ ഒന്നുമല്ല, കൊല്ലത്ത് തന്നെ, കൊല്ലം പരവൂർ കായലിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിനുള്ള ഷൈനയുടെ വീട് പരവൂരാണ്. അപ്പം അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് ദൂരേ ഉള്ളൂ ഇത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അന്നത്തെ ഒരു വൈകുന്നേരം അങ്ങോട്ട് പോയി. അപ്പോൾ ഈ കാണുന്ന എൻ്റെ ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ചേട്ടൻ ഇതുവരെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. ചേട്ടൻ ദുബായിലാണ്. അപ്പോൾ ആ നിൽക്കുന്നത് ഷൈനയുടെ നാത്തൂനും അമ്മായിയും മോളുമാണ്. പിന്നെ ഷൈനയുടെ ബ്രദറും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ആയിട്ടുള്ളൊരു. ഈ കാണുന്നതാണ് ബ്രദർ. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മളിങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. അപ്പോൾ ഞങ്ങളാരും ചെയ്യുന്നില്ല, ഞങ്ങളൊക്കെ വള്ളത്തിലാണ് പോകുന്നത്. എന്നാലും എല്ലാവർക്കും ഒരു ലൈഫ് ജാക്കറ്റൊക്കെ കൊടുക്കും. പിന്നെ ഈ കയാക്കിങ് ചെയ്യുന്നവർക്ക് പ്രത്യേകമായ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ ആദ്യം പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് ആ ഒരു തുഴയൊക്കെ, അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും, പിന്നെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ എന്ത് സിഗ്നൽ കാണിക്കണം എന്നൊക്കെ എടുക്കണം. എല്ലാവരും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ കുറച്ച് പേടിയായിരുന്നു, കാരണം അവർക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. കുട്ടികളൊക്കെ പെട്ടെന്ന് അവർക്ക് പഠിച്ചെടുത്തല്ലോ, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഉള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരതൊക്കെ കണ്ടുപഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്നതാണ് ഷൈനയുടെ അടുത്തിരിക്കുന്നത് ഷൈനയുടെ നാത്തൂനാണ്. എൻ്റെ ബാക്കിലിരിക്കുന്നത് ഷൈനയുടെ അമ്മയും അതിൻ്റെ ബാക്കിൽ അമ്മായിയാണ്. അപ്പം ഞങ്ങൾ റിച്ചിക്കുട്ടനാണ് നടുക്കിയിരിക്കുന്നത്, ഷൈനയുടെ ബ്രദറിൻ്റെ മോനാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എന്താ പറയുക, വെള്ളത്തിലിരുന്ന് ഇങ്ങനെ നല്ല ഇവരിങ്ങനെ തൊടിയുന്നതും ഇവരെ കളിയാക്കിയും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷെ അവരെല്ലാം അടിപൊളിയായിട്ട് ഭയങ്കര പ്രൊഫഷണൽസിനെ പോലെ എൻജോയ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ കുറേ നേരം കായലിൽ കൂടി പോയിട്ട് പിന്നെ ഇങ്ങനെ ആ ഒരു കണ്ടൽക്കാടിൽ കൂടി കയറുകയാണ്. ശരിക്കും ഇത് മാൻമെയ്ഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറി, ഇനി ഈ കാട്ടിൽ കൂടി കയറി നമ്മൾ പിന്നെയും ഒരു കായലോട് എത്തും. അവിടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് താഴ്ന്ന സ്ഥലമാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ എല്ലാവരെയും ഇറക്കാനൊക്കെ സമ്മതിക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇപ്പം നമ്മൾ ഈ കുറച്ച് 4 ഇതല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പല സൈഡിൽ നിന്നും വരുന്ന കയാക്കി ആൾക്കാരെ കൊണ്ട് അവിടെ അങ്ങ് നിറയും. ശരിക്കും ഞങ്ങൾ അതിശയിച്ചു. ഇവിടുത്തെ സൈലൻ്റായിട്ട് കിടന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമൊക്കെ ആയിട്ട്. പക്ഷേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിൽ പോകുന്നത്, ഇങ്ങനൊരു സ്ഥലത്ത് പോകുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ് ദേവു, അവളും. പിന്നെ മറ്റേത് ഷൈനയുടെ അമ്മാവിൻ്റെ മോളുമാണ് അമ്മു. അപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, നമുക്കിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് രസമല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു അധികം താഴ്ചയില്ലെന്ന് തോന്നുന്നു.
അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി. കാരണം ഇവിടെ മൊത്തവും അങ്ങ് കയാക്കിയാണ്. കാരണം ഇത് എല്ലാ ഭാഗത്തു നിന്നുമുള്ള എല്ലാവരും കൂടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇറങ്ങാനൊക്കെ അവർ സമ്മതിക്കും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാനും ഷൈനിയും എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതെന്താ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ, ഇതാകുമ്പം കുഴപ്പമില്ല, ഈ ചുറ്റുപാട്ടത്തൊക്കെ നിൽക്കാൻ പറ്റും, വീണാലും നിൽക്കുന്നത്ര വെള്ളമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ രസമുണ്ടായിരുന്നു. പക്ഷെ കുറേ നേരം നമ്മളിങ്ങനെ കാല് നീട്ടി വേണമല്ലോ ഇതിലിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാലിനൊക്കെ ചെറിയൊരു ഇങ്ങനെ പെരുക്കാനൊക്കെ തുടങ്ങും. എന്നാലും കൊള്ളാം, ഒരു രസമുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ നമ്മളും അതൊന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിപ്പം പിന്നെ ഉള്ളത് ഷനിയുടെ നാത്തൂൻ, ഇത് അമ്മയും പിന്നെ ബാക്കിലിരിക്കുന്ന അമ്മായിയാണ്. പിന്നെ ഇത് ഷനിയുടെ ബ്രദറും മൂത്ത മോനുമാണ് ഹരിക്കുട്ടൻ. അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് നല്ല ഒരു ഈവനിങ് നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. ആദ്യം കുറച്ച് നേരം വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങ് സന്ധ്യ ആയല്ലോ. പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അവർ അവിടുന്ന് എല്ലാവരെയും അങ്ങ് പറഞ്ഞു വിടും, ആരെയും നിൽക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.